എത്ര 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 സിനിമകളിൽ കണ്ട സംഭവമാണല്ലേ. എയർ ഇന്ത്യയുടെ കുറേ തെണ്ടിത്തരങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഈ അറ്റത്ത് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ അറ്റം വരെയുണ്ട്. ഒരു കേർവ്ഡ് സ്ക്രീൻ വളരെ വലുതാണ്. അപ്പോൾ ആ സീറ്റ് ഇടയിലേക്ക് കൈ എത്തുകയും കൂടി ഇല്ല. ഇവിടെ എത്തുള്ളൂ. മുകളിലേക്ക് നോക്കി. അങ്ങനെ പേ ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയ ഒരു എമൗണ്ട് മാത്രമേ എനിക്ക് വരുന്നുള്ളൂ ഈ അങ്ങോട്ടേക്കുള്ള യാത്ര. ആ ബസ്സിൽ പോകുന്നതാണ് നമുക്ക് ഏറ്റവും ചീപ്പർ ഓപ്ഷൻ. ഞാൻ പോകുന്നത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് CST-ലേക്കുള്ള വഴിയാണ്. പ്രീമിയം എക്കോണമി വോച്ചറാണ് എനിക്കുള്ളത്. അത് ഫ്രീ ഫ്ലൈറ്റാണ്. നമുക്ക് ഇതിൻ്റെ ടാക്സ് ആയിട്ടുള്ള വെറും 600 റുപ്പീസ് അത്രയൊക്കെയാണ് പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ നിന്ന് 10 രൂപ ഇങ്ങോട്ട്, തിരിച്ച് CST-ലേക്ക് 10 രൂപ, അപ്പോൾ 20 രൂപ ആയിട്ടുള്ളൂ. ഫ്ലൈറ്റിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് വെറും 1400 രൂപയ്ക്ക് അടുത്ത് മാത്രമേ ഉള്ളൂ. നമസ്കാരം. സിനിമ കാണാൻ വേണ്ടി മുംബൈക്ക് പോവാണ്. മുംബൈയിൽ നിന്ന് പൂനെ പോകുന്നുണ്ട്. പൂനെയിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക്. അപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഈ കൊച്ചി ടു മുംബൈ എൻ്റെ ഫ്ലൈറ്റ് സ്പൈസ് ജെറ്റ് ആണ്. ഈ സ്പൈസ് ജെറ്റ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് എൻറ്റയർലി എൻ്റെ ഡൈനേഴ്സ് ക്ലബ്ബ് ബ്ലാക്ക് പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പോയിൻറ്റ്സ് വെച്ച് നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ 70% ആണ് നമുക്ക് പോയിൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നമ്മൾ പേ ചെയ്യണം. അങ്ങനെ പേ ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയ ഒരു എമൗണ്ട് മാത്രമേ എനിക്ക് വരുന്നുള്ളൂ ഈ അങ്ങോട്ടേക്കുള്ള യാത്രയ്ക്ക്. തിരിച്ചു വരുമ്പോൾ ഉള്ളത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിലാണ് വരുന്നത്. ആക്ച്വലി ഈ വിസ്താരയുടെ ക്രെഡിറ്റ് കാർഡ്സ് ഇൻഡിസെൻറ്റിന് ഉണ്ടായിരുന്നു, ആക്സിസിന് ഉണ്ടായിരുന്നു, SBIക്ക് ഉണ്ടായിരുന്നു, IDFCക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 4 ക്രെഡിറ്റ് കാർഡുകളും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ വിസ്താര എന്ന് പറയുന്നത് ഒരു കിഡിലൻ ബ്രാൻഡായിരുന്നു. എന്ന് വിസ്താര എയർ ഇന്ത്യയിലേക്ക് മാറ്റിയോ അപ്പോഴേക്കും ഉഡായിപ്പ് തുടങ്ങി. ഉഡായിപ്പ് ഇൻ ദ സെൻസ് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വിസ്താര ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് കിട്ടിയതും പിന്നെ എയർ ഇന്ത്യയിലേക്ക് മാറിയപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ചേഞ്ചസ് വന്നെന്നുള്ളതിനെക്കുറിച്ചും ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടുന്നുണ്ട്. കാരണം എയർ ഇന്ത്യയുടെ കുറേ തെണ്ടിത്തരങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ തിരിച്ചു വരുന്ന എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് പ്രീമിയം എക്കോണമി വോച്ചറാണ് എനിക്കുള്ളത്. അത് ഫ്രീ ഫ്ലൈറ്റാണ്. നമുക്ക് ഇതിൻ്റെ ടാക്സ് ആയിട്ടുള്ള വെറും 600 റുപ്പീസ് അത്രയൊക്കെയാണ് പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പ് ആൻഡ് ഡൗൺ എൻ്റെ ഫ്ലൈറ്റിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് വെറും 1400 രൂപയ്ക്ക് അടുത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ മുംബൈയിലേക്ക് പോകുന്നു. മുംബൈയിൽ ഇന്ന് രാത്രി മുംബൈയിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ കാലത്ത് ഞാൻ പൂനെയിലേക്ക് പോകുന്നു. പൂനെ ബൈ ട്രെയിനാണ് പോകുന്നത്. കാരണം മുംബൈ ടു പൂനെ ആ ഒരു ഫ്ലൈറ്റിൻ്റെ ആക്സസിബിലിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പോയിൻറ്റ്സ് വെച്ചൊക്കെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ചാനൽ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് ട്രെയിൻ ആക്കിയത്. മുംബൈയിൽ നിന്ന് ട്രെയിൻ കയറുക എന്ന് പറയുന്നതൊക്കെ ഒരു ഇച്ചിരി ടാസ്ക്കാണ്. എന്നാലും നമുക്ക് നോക്കാം. നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പോൾ പൂനെയിൽ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾബി സിനിമാസ് വന്നിട്ടുണ്ട്. ഡോൾബി സിനിമാസിൽ എനിക്ക് ഫാന്റാസ്റ്റിക് 4 കാണണം. 3Dയിലാണ് ആ പടം വന്നിരിക്കുന്നത്. പിന്നീട് മുംബൈയിലുള്ള PVR ഐക്കോൺ മാളിലുള്ള ആ ഒരു IMAXിൽ പോകണം. അതിനുശേഷം പിന്നെ വഡാലയിൽ വലിയൊരു മിറാജിൻ്റെ IMAX ഉണ്ട്. വഡാലയുടെ കാര്യം എനിക്ക് സംശയമാണ്. കാരണം സൺഡേ ഞാനൊരു 8:45 ഒരു ഷോ കണ്ടിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് എയർപോർട്ടിലേക്ക് വരണം. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അതൊരു ടൈം അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ പറയുന്ന 3 സ്ഥലങ്ങളിലെ 3 എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സിനിമ കാണാൻ വേണ്ടി മാത്രമായിട്ട് മുംബൈ വരെ പോവുകയാണ്. ആക്ച്വലി ഞാനൊരു മണ്ടത്തരം കാണിച്ചു. മുംബൈയിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതുവരെ മുംബൈ പോയിട്ടില്ല. വീടായിട്ട് പോകുന്നുണ്ടോ? ബാക്കിയുള്ള ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മുംബൈ ആ ഒരു ടൗണിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എയർപോർട്ടിൽ പോയിട്ടുണ്ട്, അല്ലാതെ ആ ടൗൺ ഞാനിതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു 3 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരാമെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തു. ആക്ച്വലി ഇതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 ദിവസത്തെ പ്ലാനൊക്കെ ആക്കി എടുക്കേണ്ടതായിരുന്നു. മിസ് ചെയ്തു. മണ്ടത്രയും കാണിച്ചു. അല്ലാണ്ട് എന്താ പറയുക, അങ്ങനെ സിനിമ കാണുക, നേരെ തിരിച്ചു വരിക എന്നുള്ളത് മാത്രം മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. വേറെ ബാക്കിയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ അവിടെ കാണാനുണ്ടായിരുന്നു. മിസ് ചെയ്തു. ആക്ച്വലി മുംബൈ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റിയല്ലേ. എത്ര ചെറിയ കാശുള്ളവനും കുറേ കാശുള്ളവനൊക്കെ ജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റിയാണ്. പക്ഷേ നമ്മൾ ഹോസ്റ്റലിലാണ്. നമ്മുടെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് വെറും 250 റുപ്പീസൊക്കെയാണ് AC ഡോർമെട്രിക്ക് വരുന്നുള്ളൂ. പിന്നെ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ അറിയില്ല, നമ്മൾ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ്. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ പുറത്തായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. എയർപോർട്ടിൽ ഏറ്റവും തിരക്കുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൊച്ചിൻ എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ലൗഞ്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കുറച്ചധികം മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം എനിക്ക് ഇൻ്റർനാഷണൽ ലൗഞ്ചിനോട് വലിയ താല്പര്യമില്ല. ഇവിടുത്തെ സർവീസ് ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും പിന്നെ ഇവിടുത്തെ ഫുഡ്, എസ്പെഷ്യലി ഇവിടുത്തെ ഫുഡും എപ്പോഴും നല്ലതായിരിക്കും. എപ്പോഴും ഇൻ്റർനാഷണലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡൊമസ്റ്റിക് തന്നെയാണ് എല്ലാ കാര്യത്തിലും വിജയിക്കാറുള്ളത്. അമേരിക്കൻ എക്സ്പ്രസിൻ്റെ പ്ലാറ്റിനം ട്രാവൽ കാർഡാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് സ്പൈസ് ജെറ്റ് കയറാൻ പോകുന്നത്. സ്പൈസ് ജെറ്റ് പങ്ക്ച്വലല്ല എന്നുള്ള ഒരുപാട് പരാതികളൊക്കെ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ യാത്രയിൽ സ്പൈസ് ജെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയുകയാണ്.
ഓക്കെ, അങ്ങനെ ബോംബെ എത്തി, മുംബൈ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മുംബൈയിലാണെന്നുണ്ടെങ്കിൽ നല്ല ഐമാക്സ് ഉണ്ട്. ഇനി പൂനെ പോകാനാണെങ്കിലും ഇപ്പോൾ ഞാൻ വരുന്ന പോലെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നേരെ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ മുംബൈ എയർപോർട്ട് എത്തിയല്ലോ. അപ്പോൾ നേരെ ഈ കാണുന്നതാണ് എക്സിറ്റ്. ഇവിടുന്ന് ഞാനിപ്പോൾ പോകുന്നത് സി എസ് ടിയുടെ അടുത്താണ് എൻ്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പൂനെയിലേക്ക് പോകാനുള്ള ഒരു എളുപ്പവഴി, അതായത് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളും ആ രീതിയിലാണ് നോക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഈ ഒരു മാർഗ്ഗമാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നോക്കാട്ടോ. ഞാൻ എക്സിറ്റ് എടുക്കുക, എക്സിറ്റ് എടുത്തിട്ട് നേരെ റൈറ്റിലേക്ക് കടന്നു കഴിഞ്ഞ് ആ ഭാഗത്ത് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ് കിട്ടും. ആക്ച്വലി ആ ബസ്സിൽ പോകുന്നതാണ് നമുക്ക് ഏറ്റവും ചീപ്പർ ഓപ്ഷൻ. ഞാൻ പോകുന്നത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് സി എസ് ടിയിലേക്കുള്ള വഴിയാണ്. കണ്ടോ ആ കാണുന്ന സബ്വേ, അവിടെ നിന്ന് നേരെ നടന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ ബസ് സ്റ്റോപ്പിൽ എഴുതിയിട്ടുണ്ട് 312. ഈ 312 എന്നുള്ള ഈ റൂട്ടിലാണ് ആക്ച്വലി നമുക്ക് പോകേണ്ടത്. നമുക്കിവിടെ നിന്ന് വിലേപാർലെ എന്ന് പറയുന്നൊരു ട്രെയിൻ സ്റ്റേഷനുണ്ട്. ആ ട്രെയിൻ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങുക. അവിടെ നിന്ന് ഒരു സി എസ് ടിയിലേക്ക് ഡയറക്റ്റ് ട്രെയിനുണ്ട്. ഈ സി എസ് ടിയിലാണ് ഞാൻ താമസിക്കാൻ പോകുന്ന ഹോസ്റ്റലുള്ളത്. ഒരു ഹോസ്റ്റലാണ്, ഒരു ദിവസത്തേക്ക് 250 രൂപയൊക്കെ ഉള്ളൂ. ഹോസ്റ്റൽ മതിയാവുമല്ലോ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. കാരണം നമ്മൾ ഭൂരിഭാഗം സമയം നമ്മൾ പുറത്തായിരിക്കും, നമ്മൾ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് ഹോസ്റ്റലിൽ വരുന്നത്. അപ്പോൾ ഹോസ്റ്റൽ ധാരാളം, വളരെ ചീപ്പാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഈ സി എസ് ടിയുടെ അടുത്ത് തന്നെയാണ് ഹോസ്റ്റൽ വരുന്നത്. അപ്പോൾ നാളെ കാലത്താണ് എനിക്ക് പൂനെയിലേക്കുള്ള ട്രെയിൻ. അപ്പോൾ പൂനെയിലേക്കുള്ള ട്രെയിനിൽ നാളെ കാലത്ത് കയറുക, നേരെ പൂനെ എത്തുക. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ബസ് ഒരു 5 മിനിറ്റിനുള്ളിൽ വരുമെന്നാണ് ചലോ ആപ്പിൽ പറയുന്നത്. ചലോ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. നമ്മുടെ അടുത്ത നിയറസ്റ്റ് ബസ് സ്റ്റേഷൻ ഏതാണ്, ബസ് റൂട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാം. ആക്ച്വലി ഞാൻ മുംബൈയിൽ ആദ്യമാണ്. അപ്പോൾ എനിക്ക് ഈ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇതുപോലെ ഈ 312 കയറാം. അവിടെ നിന്ന് വിലേപാർലയിലേക്ക് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ട്രെയിൻ പിടിച്ച് നമുക്ക് സി എസ് ടിയിലേക്ക് എത്താൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ ചലോ ആപ്പ് എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പോൾ എല്ലാവരും മുംബൈ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കാരണം ഓട്ടോക്കാരോടോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഒക്കെ നമ്മൾ വഴി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞവർ കൊണ്ടുപോകുന്നത് വേറെ എവിടേക്കെങ്കിലും ആയിരിക്കും. പിന്നെ അറിയാലോ, ഇതുപോലെ ഭാഷ അറിയാത്ത, അതായത് നമ്മളെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ മുംബൈക്കാർ അല്ലാന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരെ പറ്റിക്കാനും ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള കുറേ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ പോലെ അല്ലല്ലോ, നമുക്കിപ്പോൾ എളുപ്പമല്ലേ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ബസ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ ബസ്സിൽ കയറി പോകാമെന്ന് തീരുമാനിച്ചതിൻ്റെ കാര്യം അറിയോ? കാരണം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്കുള്ള യൂബറിൻ്റെ ഫെയർ നോക്കിയപ്പോൾ ഊബർ കാണിക്കുന്നത് ഇങ്ങനെ 1019 രൂപ, 1128 രൂപ, ആ ലെവലിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ എന്തിനാണ് ഈ 1000 രൂപ? ഇവിടെ നിന്ന് 20 കിലോമീറ്റർ സംതിങ് എന്തോ ഉള്ളൂ. 20 കിലോമീറ്ററിന് 1000 രൂപ. ഓക്കെ, മുംബൈ ആണ്, വലിയൊരു ഷെഹറാണ്, അതിൻ്റേതായിട്ടുള്ള കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് ഇതുപോലത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഏറ്റവും ചീപ്പായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞ പോലെ വിലേപാർലെ എന്ന് പറയുന്ന ആ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അവിടേക്ക് വെറും 10 രൂപ ഉള്ളൂ. അവിടെ നിന്ന് ഈ പറയുന്ന സി എസ് ടിയിലേക്ക് എനിക്ക് തോന്നുന്നൊരു 40 രൂപ 50 രൂപ എന്തൊക്കെ ഉള്ളൂ. അപ്പോൾ മൊത്തം ഒരു 50 രൂപ 60 രൂപയിൽ തീരേണ്ട പരിപാടിയാണ്. 1000 രൂപ കൊടുക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ ഇവിടുത്തെ ഈ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ തിരക്കുണ്ടോ ഒക്കെ അങ്ങനെയൊക്കെ നോക്കണമല്ലോ. മുംബൈയിൽ വന്നിട്ട് നമ്മൾ ലോക്കൽ ട്രെയിനിൽ കയറിയില്ലെങ്കിൽ അതൊരു കുറവല്ലേ? മുംബൈയിലെ അട്രാക്ഷനിലൊന്നല്ലേ ഈ ലോക്കൽ ട്രെയിൻ എന്ന് പറയുന്നത്. നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം. മുംബൈയിലും പൂനെയിലും ഒരു ബസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് ഡോറിലൂടെ കയറി ഫ്രണ്ട് ഡോറിലൂടെ ഇറങ്ങുക എന്നുള്ള രീതിയാണ്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്കത് അറിയില്ലായിരുന്നു. അങ്ങനെ ചെറിയ അബദ്ധങ്ങളൊക്കെ ആദ്യമായിട്ട് ഇവിടുത്തെ ബസ്സിൽ കയറിയപ്പോൾ പറ്റി. അതായിരുന്നു നമ്മുടെ ട്രെയിൻ. ഇനി ഇതിലേ പോയി കണ്ടുപിടിക്കണം. ലോക്കൽ ട്രെയിൻ എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇതൊക്കെ ലൈഫിൽ ഓരോ അനുഭവങ്ങളല്ലേ. ഇതുണ്ടോ ബസ് ഇറങ്ങി ഉടൻ തന്നെ നമുക്ക് ഇതുപോലെയുള്ള പാർലെ ജി ബിസ്ക്കറ്റിൻ്റെ എന്തോ സ്ഥലമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിനായി കിടക്കുന്നുണ്ട്. ഇതിന് എം ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. അപ്പോൾ എം ഇൻഡിക്കേറ്റർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വില്ലേപാർലെ ടു സി എസ് ടി ഏതൊക്കെ ട്രെയിൻ എത്ര രൂപ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇങ്ങനെ നടന്നു വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സംഭവം കാണാം. അപ്പോൾ യൂസിങ് മാപ്പ് അടിക്കുക. നമുക്ക് കൊണ്ടത് മുംബൈ സി എസ് ടി ആണ്. മുംബൈ സി എസ് ടി പേ കൊടുക്കുക. 10 രൂപ. ഇല്ലേ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സാധനം കിട്ടും. വേണ്ട. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ നിന്ന് 10 രൂപ ഇങ്ങോട്ട് തിരിച്ച് സി എസ് ടിയിലേക്ക് 10 രൂപ. അപ്പോൾ 20 രൂപ ആയിട്ടുള്ളൂ.
ടിക്കറ്റ് എടുത്താൽ ഇങ്ങനെ ഇതുപോലെ പ്ലാറ്റ്ഫോം നമ്പർ 2 കാണാം. പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് നമ്മളുടെ ട്രെയിൻ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൻവേൽ ആ ഒരു ഭാഗത്തേക്കുള്ള ട്രെയിനും ഉണ്ടാവും. അപ്പോൾ അത് ഡയറക്റ്റുള്ള ചിലപ്പോൾ ട്രെയിൻ ആയിരിക്കില്ല. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ആപ്പുണ്ട്. ആപ്പ് നോക്കിയിട്ട് പോകുക. കാരണം ലോക്കൽ ട്രെയിൻസ് ഇഷ്ടം പോലെയുള്ളൊരു സ്ഥലമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ വില്ലേപ്പാർലെ എന്നുള്ള ആ ഒരു റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് CSTക്ക് പോകാനുള്ള ട്രെയിൻ ഇതുപോലെ വരും, നിലവിൽ വരുന്നുണ്ട്. മുംബൈ CSMT എഴുതിയിരിക്കുന്നുണ്ടോ? ഇതിലാണ് നമുക്ക് കയറേണ്ടത്. ഇവിടുത്തെ സെക്കൻഡ് ക്ലാസ് ലോക്കൽ ട്രെയിനും നൈസ് സെറ്റപ്പാണ് കേട്ടോ. ബോർഡൊക്കെ ഉണ്ട് അടുത്ത സ്റ്റേഷനിലുള്ളത്. അങ്ങനെ നമ്മൾ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിലെത്തിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് വന്നിറങ്ങിയത്. നമുക്ക് 1-ലേക്ക് മാറി അവിടെ നിന്ന് വേണം നമ്മുടെ ഡോമെട്രിയിലേക്ക്, അതായത് ഹോസ്റ്റലിലേക്ക് പോകാനായിട്ട്. ഇവിടുത്തെ ടോയ്ലറ്റൊക്കെ ഇവർ നല്ല രീതിയിൽ സെറ്റാക്കി ക്ലീനാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 5 സ്റ്റാഫുണ്ട് ജെൻസിൻ്റെ ടോയ്ലറ്റ് നോക്കാൻ വേണ്ടി തന്നെ. സംഭവം കൊള്ളാം. ഏതായാലും പഴയ വിക്ടോറിയ ടെർമിനസ്, ഇപ്പോഴത്തെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് എന്ന് പറയുന്ന യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ആക്ച്വലി എന്നെ പോലെ ആദ്യമായി മുംബൈയിൽ വന്നിറങ്ങുന്ന ആൾ CSMT ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 മണിക്കൂറെങ്കിലും ഇതിൻ്റെ ഭംഗി, വിക്ടോറിയ ടെർമിനസിൻ്റെ ഭംഗി, അത് പുറത്തു നിന്നായാലും അകത്ത് നിന്നായാലും ഒരുപാട് നേരം കണ്ടു നിൽക്കാനുള്ള ഒരു വകയുണ്ട്. ഇത് കാലത്ത് കാണുന്നതും പിന്നെ ഈവനിങ് ഈ ലൈറ്റിൻ്റെ ഈ ഒരു അകമ്പടിയോടുകൂടി കാണുന്നതും രണ്ടും 2 രീതിയിലുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇത് മുംബൈയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് ആണ്. നമ്മൾ നേരെ വന്നിറങ്ങിയത് തന്നെ ഇവിടുത്തെയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കാഴ്ച കാണുക എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു. നല്ല എന്ത് രസമായിട്ട് അവർ പണിത് വെച്ചിരിക്കുന്നത്. ആക്ച്വലി നമ്മളുടെ ഡോമെട്രി ഇതാണ്. നേരെ കളർഫുള്ളാണ്, ഹൈജീനിക്കാണ്. ഇറ്റ്സ് ലൈക്ക് വാഷ്റൂം. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ വീണ്ടും ടെർമിനസിലേക്കാണ് പോകുന്നത്, CSTയിലേക്ക്. CSTയിൽ നിന്ന് അവിടെ നിന്ന് പൂണെയിലേക്കുള്ളത് ഒരു ഇൻ്റർസിറ്റി ഉണ്ട്. ഇവിടെ നിന്ന് വെളുപ്പിന് 6:40 ഇൻ്റർസിറ്റിയിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊരു 10 മണിയാകുമ്പോൾ അവിടെ എത്തും. അതിന് മുമ്പുള്ള ട്രെയിന് നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കാരണം ഞാൻ 6:40 എടുത്തതെന്ന് വെച്ചാൽ 10 മണിക്ക് വെറുതെ ഏർലി മോർണിംഗ് ഒന്നും പോയി തലവെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് 10 മണി കഴിയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഒരു 12 മണി ആ ഒരു കാലയളവിലൊരു, ആക്ച്വലി ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഒരു 12 മണി ആ സമയത്തൊക്കെ ഒരു ഷോ ഉണ്ടാകുമായിരുന്നു. പക്ഷേ 12 മണിക്ക് ഷോ ഇല്ല, 2:45 ഷോ. 2:45 ഷോ കഴിഞ്ഞ് ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേ കഴിയുള്ളൂ. എൻ്റെ റിട്ടേൺ ട്രെയിൻ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് 5:40-നാണ്. അപ്പോൾ ഈ IT സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന സിറ്റി ബ്രൈഡ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും. ആ ട്രാഫിക്കിൻ്റെ ഇടയിൽ കറക്റ്റ് സമയത്ത് എത്താൻ പറ്റുമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാൻ B വല്ലതും വേണ്ടി വരുമോ എന്നൊക്കെ നോക്കാം. അത് ആ മുമ്പിൽ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല കിടില കാലാവസ്ഥയാണ് ആക്ച്വലി, കാറ്റും എല്ലാ കാര്യങ്ങളൊക്കെ. നമ്മുടെ ഡൽഹിയിൽ കിട്ടുന്ന പോലത്തെ ബ്രെഡ് ഓംലെറ്റ് ഉള്ള ഇത് ഒരു വ്യത്യാസമാണ്. എത്ര സിനിമകളിൽ കണ്ട സംഭവമാണല്ലേ, ഇപ്പോഴാണ് നേരിൽ കാണാൻ പറ്റിയത്. ആക്ച്വലി ഈ മുംബൈ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു നെഗറ്റിവിറ്റി ആയിരുന്നു എനിക്ക്. എന്താ കാര്യമൊന്നും എനിക്കറിഞ്ഞൂടാ, ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു. ഇങ്ങോട്ട് വരാനെന്തോ ഭയങ്കര സേഫ്റ്റി അല്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ്. പക്ഷേ കുറച്ച് വ്ളോഗ് കണ്ടപ്പോൾ മനസ്സിലായി സിമ്പിളാണ്, നമുക്ക് വരാൻ പറ്റുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം എന്നൊന്നും പറയുന്നില്ല, പക്ഷേ പ്രശ്നമൊന്നുമില്ല. ഈ കിടക്കുന്നതാണ് നമ്മളുടെ ട്രെയിൻ. ജനറലൊന്നും അത്ര തിരക്കില്ല. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ D5. D5-ൽ 90ാമത്തെ സീറ്റ്, ഏറ്റവും പുറകിലായിരിക്കും.
അപ്പോൾ ഇതാണ് നമ്മളുടെ D5. ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ തിരക്കുറവ്. ഏറ്റവും പുറകിൽ ഇഷ്ടമല്ല ഇങ്ങനത്തെ സീറ്റ്. എൻ്റെ പൊന്നെ 3 മണിക്കൂർ ഇങ്ങനത്തെ സീറ്റിലിരുന്ന് സഹിക്കണം. മഹാരാഷ്ട്രയിലെ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് മാത്തേരാൻ. മാത്തേരാൻ ട്രെക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആക്ച്വലി ആ വഴിയിലൂടെ ആയിരുന്നു ഈ ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു. ഞാൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോൾ ഇത് എന്ത് കാഴ്ചയാണിത്! കേരളത്തിനേക്കാൾ മനോഹരമായിട്ട് പച്ചപ്പൊക്കെ ഉള്ള വളരെ ഭംഗിയുള്ളൊരു സ്ഥലം. ആക്ച്വലി വണ്ടടിച്ചു പോയി. അതുകൊണ്ട് പ്രോപ്പറായിട്ട് അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ ഏർലി മോർണിംഗ് മുംബൈ ടു പൂനെ ഇന്റർസിറ്റിയൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ആക്ച്വലി എനിക്ക് മിസ്സായി പോയി. പിന്നെ എൻ്റെ റിട്ടേൺ ജേണി എന്ന് പറയുന്നത് രാത്രിയാണ്. അപ്പോൾ എനിക്ക് ഈ കാഴ്ചയൊന്നും കാണാൻ പറ്റിയില്ല. ഉറങ്ങിപ്പോയെന്നേ. എനിക്ക് എന്താ പറയാ, പിന്നെ ഈ സ്ഥലത്തേക്ക് നമുക്ക് വീണ്ടും പോകാമല്ലോ. അങ്ങനെ ഒരു ആശ്വാസത്തിലാണിപ്പോൾ. അങ്ങനെ പൂനെ എത്തുന്നു. പൂനെ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇവിടുന്ന് നമുക്ക് IT ടവർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അവിടുന്ന് ബസ് കിട്ടും. 30 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സിൽ പോകാം. ബസ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അരമണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന സിറ്റി പ്രൈഡിലെത്തും. ഉള്ളു കാര്യം. ഒരുപാട് ചിലവുള്ള കേസൊന്നും അല്ല ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മൾ എക്സിറ്റ് പുറത്തിറങ്ങുമ്പോൾ ഇതുപോലെ കണ്ട പൂനെ റെയിൽവേ സ്റ്റേഷനാണ്. അവിടുന്ന് നേരെ ആ ഭാഗത്തായിട്ടാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. 224. ഞാനിപ്പോൾ ഒരു ബസ് കണ്ടു, അത് ഓൾറെഡി പോയി. ഇതുപോലെ അതായത് നമ്മൾ ഇറങ്ങി വന്ന ആ റിസർവേഷൻ സെൻറ്റർ, പിന്നെ അതിൻ്റെ മെയിൻ ഗേറ്റ് തന്നെയല്ല. നിങ്ങളൊരു ഇപ്പോൾ ഈ കാണുന്നത് ഈ പൂനെ എന്നുള്ളതിൻ്റെ ബോർഡ് ഉണ്ടല്ലോ, ഈ ബോർഡ് വേണമെങ്കിൽ ഒരു അടയാളം വെച്ചു. അതിൻ്റെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. ആ കാണുന്നുണ്ടോ സബ്വേ ടു പൂനെ റെയിൽവേ സ്റ്റേഷൻ. ആക്ച്വലി സബ്വേ വഴിയും നമുക്ക് വരാം, അല്ലാതെ ഞാൻ നടന്നു വന്നതുപോലെയും വരാം. അപ്പോൾ ഈ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഞാൻ ആ കാണിച്ചത് ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് മുമ്പോട്ട്, ഒരു 50 മീറ്റർ മുമ്പോട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഷെൽട്ടർ കാണാൻ പറ്റും. ഈ ഷെൽട്ടറിന് ഇവിടെയാണ് നിൽക്കേണ്ടത് കേട്ടോ. ആ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങും. ഈ ഷെൽട്ടർ നോക്കി വെച്ചോ. ഇവിടെ കുറച്ച് കടകളൊക്കെ ഇങ്ങനെ മുമ്പിലുണ്ടാവും, യെല്ലോ ടർപ്പാളയൊക്കെ കിട്ടി. ഓക്കെ, അങ്ങനെ ബസ് വന്നു. ഖരാടി എന്ന് പറയുന്ന സ്ഥലമാണ് 163. നമ്മൾ ഇതുപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ കൂടെ ആയിരിക്കും അങ്ങനെ പോകുന്നത്. ഇത് AC ബസ് ആയതുകൊണ്ട് ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 30 രൂപ, 30 റുപ്പീസാണ് ഇവിടുത്തെ. നമ്മൾ കയറിയ ബസ്സാണ് ആ പോയത്. ആക്ച്വലി ബസ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ആ കാണുന്നതാണ്, നേരെ റോഡ് ക്രോസ് ചെയ്യുക, അങ്ങോട്ട് കിടക്കുക, അത്രേ ഉള്ളൂ. ആ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ് സിറ്റി പ്രൈഡ്. ബസ് സ്റ്റോപ്പിന് അടുത്തുള്ളൊരു ഷോപ്പാണ് പവൻ ബർഗർ കഫേ. അപ്പോൾ അതിൽ 140 രൂപ ഒരു ബിഗ് ചിക്കൻ ബർഗർ എന്ന് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ നോർമലിലുള്ള വളരെ സ്മോളല്ലേ PVRലൊക്കെ കിട്ടുന്നത്. അതൊരു ബിഗ് ഓർഡർ ചെയ്തത് ഭയങ്കര വലുത്. അയ്യോ, എന്നാലും 140 രൂപ ലാഭമാണ്. ഓക്കെ, നേരെ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ സിറ്റി പ്രൈഡ്. അവിടെ ഡോൾബി സിനിമ പുറത്ത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു കൊമേഴ്ഷ്യൽ സ്പേസ് ആണെന്ന് തോന്നുന്നുണ്ട്, ഒരു ഷോപ്പിംഗ് മോളായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്കാവും നോക്കാം നമുക്ക് എന്താണ്. പൂനെയിലുള്ള നാത്തി പ്ലാസയിലാണ് നമ്മളുടെ ഈ ഡോൾബി സിനിമ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡോൾബി സിനിമയാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ കാണുന്നതിൻ്റെ വെസ്റ്റ് എൻട്രൻസ് ആണ്. ഇപ്പോൾ 7 സ്ക്രീൻ മൾട്ടിപ്ലെക്സ് ആണ് സിറ്റി പ്രൈഡ് എന്ന് പറയുന്നത്. ഷോപ്പിംഗ് മോൾ തന്നെയാണ്, പക്ഷെ അത്ര വലുതല്ല എന്ന് തോന്നുന്നു. ഒരുപാട് ഷോപ്പുകളൊന്നും ഇതുവരെ ഓക്യുപ്പൈ ആയിട്ടില്ല. പിന്നെ തിരക്കുമില്ല, കാരണം 11:30 ആയിട്ടുള്ളൂ. ഈ LED സ്ക്രീൻ PVRലുള്ള പോലെ അല്ല, കുറച്ചുകൂടെ വലുതാണ്.
ഇവരുടെ ഇനോഗ്രൽ ഓഫറിനുള്ള കുറച്ച് റേറ്റ് കുറച്ച് കുറവുണ്ട് ആക്ച്വലി. പിന്നെ പി വി ആറിലുള്ള അത്ര കത്തിയല്ല. ഈ സയൻസ് ഉണ്ടോ വാഷ്റൂമിൻ്റെ? ജെൻസ്, ലേഡീസ്, ട്രാൻസ്ജെൻഡേഴ്സ്, ഹാൻഡിക്യാപ്സ്. ഫീമെയിൽ ടോയ്ലറ്റ്, അത് മെയിൽ ടോയ്ലറ്റ്. ഇത് കണ്ടോ, LGBTQS. എൻ്റെ ഗ്ലാസ് വരുന്നിട്ട് ഓൾബിയുടെ ഒരു ഡോർ കഴിഞ്ഞ് വേറൊരു ഡോറും കൂടി ഉണ്ട്. ഡോൾബി 7.1, ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ ഡോൾബി ലബോറട്ടറീസിൻ്റെ ഒരു പ്രീമിയം ലാർജ് ഫോർമാറ്റാണ് ഡോൾബി സിനിമ എന്ന് പറയുന്നത്. നിലവിൽ ഇത് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, അതാണ് ഈ പൂനെ. ഈ ഒരു സ്ക്രീനിൽ ഒരു 3D സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊച്ചി ടു പൂനെ ഈ ഒരു യാത്ര തന്നെ നടത്തിയത്. എനിക്കിവിടെ ഫാന്റാസ്റ്റിക് 4 എന്ന് പറയുന്ന ഒരു 3D സിനിമ ഇവിടെ കാണാൻ ഭാഗ്യമുണ്ടായി. എൻ്റെ ഹൈറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഈയിടെ എൻ്റെ കൈ എത്തേ ഉള്ളൂ. അത് മുകളിലേക്ക് നോക്കി. ഒരു കാര്യം സമ്മതിച്ചേ മതിയാവും, ഇത്രയും നാൾ സിനിമ കണ്ടതിൽ എനിക്ക് ഏറ്റവും നല്ല 3D എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഐമാക്സിലാണ്. കാരണം ഐമാക്സ് ഒരു പ്രൊവൈഡ് ചെയ്യുന്ന ഗ്ലാസ് വേറെയാണ്, അവരുടെ ഡെപ്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാം വെവ്വേറെയാണ്. പക്ഷേ ഡോൾബി സിനിമ വന്നു കഴിഞ്ഞു, ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇനി അങ്ങോട്ട് 3D സിനിമയാണെന്നുണ്ടെങ്കിൽ ഡോൾബി സിനിമ തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. കാരണം ഇതാണ് അതിന് പറ്റിയ ബെസ്റ്റ് ഫോർമാറ്റ്. ഈ അറ്റത്ത് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അറ്റം വരെയുണ്ട്. ഒരു കേർവ്ഡ് സ്ക്രീൻ വളരെ വലുതാണ്. അപ്പോൾ ആ സീറ്റ് ഇടയിലേക്ക് കൈ എത്തുകയും കൂടി ഇല്ല. ഇവിടെ എത്തുള്ളൂ. മുകളിലേക്ക് നോക്കി. ഇതാണ് എൻ്റെ ഹൈറ്റ് മനസ്സിലാക്കാനുള്ളത്. വളരെ ഡാർക്കാണ്, അതായത് അത് ചെറിയൊരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. നല്ലോണം ഇരുണ്ടാണ് ഇരിക്കുന്നത്. കൊള്ളാം. ഇവിടെ സിനിമ കണ്ട എക്സ്പീരിയൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ലൈഫ് ഫ്രോം സിനിമാസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇവിടെ സിനിമ കണ്ടത്, ഇതിൻ്റെ 3D എഫക്റ്റ് എനിക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടി സുപ്പീരിയർ ആയി തോന്നി. ഐ മീൻ കമ്പാരിറ്റീവ്ലി ഐമാക്സിനേക്കാൾ എന്തുകൊണ്ട് സുപ്പീരിയർ ആയിട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ പറയുന്നുണ്ട്. പിന്നെ ഈ തിയേറ്ററിൻ്റെ ഇതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ്, ഇതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്. സോ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, എന്തായാലും സിറ്റി പ്രൈഡ് പൂനെയിലേക്കുള്ള ഈ യാത്ര ഈ സിനിമ കണ്ടതോടുകൂടി മുതലായി എന്ന് വേണം എനിക്ക് പറയാൻ. കംപ്ലീറ്റ്ലി ഐ എം സാറ്റിസ്ഫൈഡ്. തിരിച്ചു പോകാനും ഇതുപോലെ തന്നെ 30 രൂപ ടിക്കറ്റ് എടുക്കുക. അങ്ങനെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി സിറ്റി പ്രൈഡ് പൂനെയിൽ വന്ന ഒരു 3D സിനിമ ഡോൾബി സിനിമാസിൽ കണ്ട് ഞാൻ തിരിച്ച് മുംബൈയിലേക്ക് യാത്രയാവുകയാണ്.